ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ ഏറ്റവും വലിയ മിഥ്യ എന്താണ്? മിഥ്യ എന്ന് വെച്ചാൽ കള്ളം, തെറ്റായിട്ടുള്ള കാര്യം എന്നൊക്കെയാണ് അർത്ഥം. പൗലോ കൊയ്ലോ എഴുതിയ ദി ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ ഇതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജീവിതയാത്രയ്ക്കിടയിൽ എപ്പോഴോ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം വിധിക്ക് വിട്ടുകൊടുക്കുന്നൊരവസ്ഥ, വിധിയുടെ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുന്നൊരവസ്ഥ, ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മിഥ്യ. ഇത് പലപ്പോഴും മനുഷ്യൻ ചെയ്യാറുണ്ട്. ഇത്രയും തെറ്റായിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് സൗകര്യം. നിയന്ത്രണമെല്ലാം നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുമ്പോൾ എല്ലാം എൻ്റെ വിധി ഇതായിപ്പോയി എന്ന് സമാധാനിക്കലാണല്ലോ എളുപ്പം. പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ജീവിതം ഇങ്ങനെ പാരാവാരം പോലെ കിടക്കുമ്പോൾ ഒരു നിയന്ത്രണം വേണമെന്ന് വെച്ചാൽ തന്നെ അത് എവിടെ തുടങ്ങും? എങ്ങനെയാണ് വീണ്ടും നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കുക? ഇത് മനുഷ്യർക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അതിന് ഒരു ഉത്തരം കണ്ടെത്താനാണ് എൻ്റെ ശ്രമം. ഇപ്പോൾ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്കെപ്പോഴും ഒരു തുടക്കം പ്രശ്നമായി തോന്നാം. അതിന് വളരെ ലളിതമായിട്ടുള്ളൊരു മാർഗമുണ്ട് കേട്ടോ. ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഭാതങ്ങളില്ലേ, ഈ പ്രഭാതങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ മതി. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിളായില്ലേ? എല്ലാ പ്രഭാതങ്ങളും സുന്ദരമായ തുടക്കങ്ങളാണ്. പക്ഷേ പ്രഭാതത്തിന് ഒരു ചെറിയ റിസ്ക് കൂടിയുണ്ട്. രാവിലെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 30-45 മിനിറ്റിനുള്ളിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോണില്ലേ, കോർട്ടിസോൾ, ഈ കോർട്ടിസോൾ ലെവലിൽ കാര്യമായിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാവിലെ നമ്മളൊരു കാം, കൂൾ, റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ ഈ കോർട്ടിസോളിൻ്റെ അളവ് ക്രമാതീതമായിട്ട് നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുകയും അത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പ്രശ്നത്തിലാവും. അപ്പോൾ മാനസിക ആരോഗ്യ വിദഗ്ധരൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഈ പ്രഭാതത്തിൽ ഉണ്ടാകാവുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയും. അവിടെ ഒരു നിയന്ത്രണം നമ്മൾ വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള നിയന്ത്രണത്തിനും അത് വഴിയൊരുക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ലളിതമായ ചില കാര്യങ്ങളാണ്. നമ്മുടെ ഈ പ്രഭാതങ്ങളിൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിളായില്ലേ? നമ്മുടെ ഈ പ്രഭാതങ്ങൾ നമുക്കെങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കാം? അപ്പോൾ അതിനെ സഹായിക്കുന്ന 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നോ? ഈ രാവിലെ നമ്മൾ ഉണരുമ്പോൾ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്കവാറും ഒരു സമയമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഒരു അലാറമൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ അലാറം അടിക്കുമ്പോൾ നമ്മൾ ഉണരും. അല്ലെങ്കിൽ ചിലർ ഇന്ന സമയത്ത് ഉണരണമെന്നൊക്കെ വിചാരിച്ച് കിടന്നാലും ആ സമയമാകുമ്പോൾ ഉണരും. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ വേക്കപ്പ് എന്ന് പറയും. പക്ഷെ ഉണർന്നിട്ട് വലിയ കാര്യമില്ല അല്ലേ? വേറൊരു പ്രവൃത്തി കൂടിയുണ്ട്, എഴുന്നേൽക്കുക. അപ്പോൾ പലർക്കും സംഭവിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ വേക്കപ്പിനും ഗെറ്റപ്പിനും ഇടയിൽ കുറേ സമയം വേസ്റ്റായി പോവും. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്ത എന്താണ്? അവിടം തൊട്ട് നമ്മൾ ആലോചിക്കണം. നാശം, അലാറം അടിക്കാൻ കണ്ടൊരു സമയം എന്നൊക്കെ വിചാരിച്ച് എഴുന്നേറ്റ് വരുന്നവരുണ്ട്. അപ്പോൾ അവരിങ്ങനെ കിടക്കും, കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാം. അപ്പോൾ ഈ ഗ്യാപ്പില്ലേ, ഗെറ്റപ്പ് ആൻഡ് വേക്കപ്പ്, ഇതിനിടയിലുള്ള ഒരു ഗ്യാപ്പ് തന്നെ ചിലപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ആയി പോകുന്ന ആളുകളുണ്ട്. അവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് രാവിലെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്തായിരിക്കണം. അപ്പം ഞാനെപ്പോഴും ഓർക്കാറുള്ളത് ഇതാണ്: യെസ്റ്റർഡേ ഈസ് എ ക്യാൻസൽഡ് ചെക്ക്, ടുമോറോ ഈസ് എ പ്രോമിസറി നോട്ട്, ടുഡേ ഈസ് റെഡി ക്യാഷ്. റെഡി ക്യാഷ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? യൂസ് ഇറ്റ്. അപ്പോൾ രാവിലെ ഉണരുമ്പോൾ 2-3 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എഴുന്നേക്കാൻ നമുക്ക് സാധിക്കണം. ക്ഷീണമുണ്ടെങ്കിൽ ശരീരം ഒന്ന് റെഡിയാക്കണം. ഒരു വാമപ്പ് എക്സസൈസൊക്കെ ആവാം. നമ്മൾ ഇത്രയും സമയം കിടക്കുകയായിരുന്നില്ലേ, അതിൻ്റെ ഒരു ക്ഷീണം, നമുക്ക് ആ ക്ഷീണാവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ഓക്കെ ആക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നോ? എൻ്റെ വീട്ടിലെ എൻ്റെ കൊച്ചുമോള് മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അവളുടെ മുഖം കാണാൻ നല്ല രസമാണ്. വളരെ കൂൾ, റിലാക്സ്ഡ് ആയിട്ട് നല്ലൊരു പുഞ്ചിരിയോടുകൂടിയാണ് എഴുന്നേറ്റ് വരിക. പക്ഷെ ചില ദിവസം അങ്ങനെയല്ല കേട്ടോ, സമ്മർദ്ദത്തിലാണ് എഴുന്നേറ്റ് വരിക. ഒരു ചെറിയ വാശി, കരച്ചിൽ, ചിണുങ്ങലൊക്കെ ആയിട്ട് എഴുന്നേറ്റ് വരുമല്ലോ.
അപ്പോൾ എൻ്റെ മോള് പറയാറുണ്ട്, ഇന്നലെ രാത്രി ഉറക്കം ശരിയായില്ല. നമ്മുടെ കാര്യം അതുപോലെയൊക്കെ തന്നെയാണല്ലേ. രാവിലെ നമുക്കൊരു കൂൾ, കാം, റിലാക്സ്ഡ് ആയിട്ടൊക്കെ എഴുന്നേൽക്കണമെങ്കിൽ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രമല്ല, രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്ട്രെസ്സോടുകൂടി ഉറങ്ങുക. ചിലപ്പോൾ എന്തെങ്കിലും ജോലി ബാക്കിയുണ്ടാവും, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, ഇതൊക്കെയായിട്ട് ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം ശരിയാകില്ല എന്ന് മാത്രമല്ല, ആ സ്ട്രെസ്സ് രാവിലെയും കൂടി നമ്മളെ ബാധിക്കുന്ന ഒന്നാണ്. സന്ധ്യയൊക്കെ കഴിഞ്ഞാൽ, ഒരു രാത്രി 8 മണി നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം വളരെ റിലാക്സ്ഡ് ആയിട്ട് ചിലവഴിക്കുക. ഒരുപാട് തിരക്ക് പിടിച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആ സമയത്തേക്ക് മാറ്റി വെക്കരുത്. ചിലർ രാത്രിയാകുന്നത് വരെ അതും ഇതൊക്കെ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ നടന്ന് അവസാനം രാത്രിയാകുമ്പോഴാണ് എല്ലാം കൂടി ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് വളരെ സ്ട്രെസ്സായിട്ടുള്ളൊരു ഫീലിങ്ങോട് കൂടി നമ്മൾ ഉറങ്ങാൻ പോകും. ഉറങ്ങാൻ ചിലപ്പോൾ വൈകും. അപ്പോൾ തന്നെ നമുക്ക് അയ്യോ, അപ്പോൾ ഉറക്കം രാവിലെ തന്നെ എഴുന്നേൽക്കണമല്ലോ, എന്ത് ചെയ്യും, ഉറക്കം ആവശ്യത്തിന് കിട്ടില്ലല്ലോ, ഇത്തരം ചിന്തകളൊക്കെ നമുക്ക് ഉണ്ടാവും. നന്നായിട്ട് ഉറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പില്ലേ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് രാത്രി വളരെ സ്ട്രെസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുക. അപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. രാവിലെ നമ്മൾ ചെയ്യേണ്ട വളരെ ചെറിയ ചില കാര്യങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സ് എടുത്തു വെക്കലാകും, അല്ലെങ്കിൽ രാവിലെ അത്യാവശ്യമുള്ള പാചകത്തിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കലാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകേണ്ട ബാഗ് ഒന്ന് റെഡിയാക്കി വെക്കലാകാം. അപ്പോൾ അത് അത്ര ടീഡിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ രാവിലത്തെ സ്ട്രെസ്സ് നമുക്ക് കുറേ അധികം ഒഴിവാക്കാൻ പറ്റും. സമയം കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത സ്ട്രെസ്സ് ഫീൽ ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് സമയം ചിലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നോ, നമ്മളെപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1 മണിക്കൂർ നമ്മുടെ ലൈഫിന് ക്വാളിറ്റി ഉണ്ടാക്കുന്ന, നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കണം. നമ്മുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ, അതിന് സമയം കണ്ടെത്തിയാൽ മതിയാവും. സെൽഫ് കെയർ, സെൽഫ് ലവ്, ഇത് ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ചിലർ പറയും എനിക്കതിന് സമയം കിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എഴുന്നേൽക്കുന്നതിൽ നിന്ന് 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റാൽ മതി. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് 5-6 പേര് ചേർന്ന് ഒരു തീരുമാനം എടുത്തു. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. അതായത് അവർ 5:30 മണി സമയമാണെന്ന് തോന്നുന്നു എഴുന്നേൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയം. അവർ ഓരോരുത്തരും ടേണായിട്ട് മറ്റുള്ളവരെ വിളിച്ചുണർത്തും. എന്നിട്ട് അവർ 1 മണിക്കൂർ ചെയ്ത കാര്യങ്ങൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ചിലവർ ഒരു പുസ്തകം വായിക്കാൻ, പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ വായിച്ചു. ചിലർ മോർണിംഗ് വാക്കിന് പോയി ഫോട്ടോയൊക്കെ എടുത്ത് അതൊക്കെ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുക. ചിലർ പാട്ട് പാടി. എന്ത് രാവിലെ ചെയ്യുമ്പോഴും അവർ ആ കാര്യങ്ങൾ അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മളിപ്പോൾ പല ഭാഗങ്ങളിൽ ഉള്ളവർക്ക് പോലും അങ്ങനെ ചേർന്ന് ആക്ടിവിറ്റി നടത്താനുള്ള സൗകര്യം ഉണ്ടല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാക്കണം, നമുക്ക് അതിനുള്ളൊരു സമയം കണ്ടെത്തണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് ആ 1 മണിക്കൂർ നിർബന്ധമായിട്ടും മാറ്റിവെക്കണം. ആ 1 മണിക്കൂർ നിർബന്ധമായിട്ടും മാറ്റിവെക്കുന്നത് പ്രഭാതങ്ങളുടെ നല്ലൊരു തുടക്കമായിരിക്കും. ഇനി 4ാമത്തെ കാര്യം, എനിക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ചില ദിവസം രാവിലെ എഴുന്നേറ്റ് ഉച്ചവരെയുള്ള സമയത്തിനിടയിൽ വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നോ, ഏതായാലും ഉച്ചവരെയുള്ള സമയം വെറുതെ പോയി, ഇനി ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് പോട്ടെ, നാളെ ആകാം. അപ്പോൾ രാവിലെയുള്ള ആ കുറച്ച് മണിക്കൂറുകളില്ലേ, ആ സമയത്ത് കാര്യങ്ങൾ ചെയ്താൽ പിന്നീട് ആ ദിവസത്തിൽ കിട്ടുന്ന എനർജി വളരെ വലുതാണ്. അല്ലെങ്കിൽ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ, രാവിലത്തെ ആ മണിക്കൂറുകളില്ലേ അത് കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് ചിലവഴിക്കണം. അതിൽ കുറച്ച് സമയം നമ്മുടെ എല്ലാ ദിവസവും ചെയ്യേണ്ട പ്രഭാത കൃത്യങ്ങൾ, അതിനെല്ലാം വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വരും. ബാക്കി സമയം അന്നത്തെ ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിനൊക്കെ വേണ്ടി കുറച്ച് സമയം നീക്കി വെക്കുക. എന്തായാലും ഒരു 4-5 മണിക്കൂർ നമ്മൾ നല്ല ആക്റ്റീവായിരിക്കണം. ചില ആളുകൾ എന്നോട് പറയാറുണ്ട് കേട്ടോ, അവരുടെ ഒരു സങ്കടം, രാവിലെ എഴുന്നേറ്റിട്ട് ഒരു സന്തോഷവും ഇല്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല,
അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്തെങ്കിലും ചെയ്താലേ നമുക്ക് സന്തോഷം ഉണ്ടാകൂ. അതിനുള്ള വഴി നമ്മൾ നോക്കണം. രാവിലെ എഴുന്നേറ്റ് 4-5 മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമില്ലേ, അത് കാര്യങ്ങൾ ചെയ്താൽ മാത്രം നമുക്ക് കിട്ടൂ. 5ാമത്തെ കാര്യം എന്താണെന്നോ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ രാത്രി മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഉറങ്ങുകയല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ എനർജി ലെവലൊക്കെ ഡൗൺ ആയിരിക്കും. ആദ്യം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ഓക്കെ ആക്കാം. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കേണ്ടിയിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അതല്ലേ. നമ്മൾ ഈ ഫാസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യണം. അധികം താമസിച്ചു പോകാതെ, അതിനധികം താമസിക്കരുത്. ഒരു 8 മണിക്ക് മുമ്പായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നൊരു ശീലം വളരെ നന്നായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി അത് വയറ് നിറയെ കഴിക്കലാണ് നമ്മുടെ ഒരു ശീലം. ലോകത്തെ ഏറ്റവും കൂടുതൽ ദീർഘായുസ് മാത്രമല്ല, ആ ആയുസ് സന്തോഷത്തോടുകൂടിയും വളരെ ആക്റ്റീവായിട്ടും ചെലവഴിക്കുന്ന ജനങ്ങൾ പറയുന്നത് എന്താണെന്നോ, 80% വയറ് നിറച്ചാൽ മതിയെന്ന്. നമ്മുടെ ഒരു രീതിയാണല്ലോ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു പലഹാരം ഉണ്ടാക്കി അത് വയറ് നിറയെ കഴിക്കുക. അപ്പോൾ അതൊന്ന് മാറ്റി വയറൊക്കെ ഒരു 80% നിറച്ചാൽ മതി. ഒരു പലഹാരമാകാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. ഞാൻ രാവിലെ ഒരു മുട്ട, പറ്റുമെങ്കിൽ ഓട്സ്, ഒരു ഏത്തപ്പഴമൊക്കെ കഴിക്കാറുണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി. നട്ട്സൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ കഫീൻ, ഷുഗറൊക്കെ രാവിലത്തെ ഭക്ഷണത്തിൽ അത്ര നല്ലതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ സ്ട്രെസ് ഹോർമോണിൻ്റെ ഒരു ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഈ രാവിലെയുള്ളൊരു സമയം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലരൊക്കെ ബെഡ് കോഫി കുടിക്കും. ഈ ബെഡ് കോഫിയിൽ കഫീനും ഉണ്ടാകും, ഷുഗറും ഉണ്ടാവും. ഇവ രണ്ടും പ്രശ്നമാണ്. കാപ്പി കുടിക്കാതെ നിവൃത്തിയില്ല എന്ന് കരുതുന്നവരുണ്ട്. അത് ടോയ്ലറ്റിങ്ങിനെ സഹായിക്കുന്ന കാര്യമായിട്ടാണ് അവർ കരുതിയിരിക്കുന്നത്. അതല്ല കാര്യം. ചൂടുവെള്ളം ധാരാളം മതിയാവും. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. 5 കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. നമ്മളെപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമുണ്ടല്ലേ, തുടക്കം നന്നായാൽ പാതിയും നന്നായി. അത് തന്നെയാണ് ഇത്രയും സമയം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം നമ്മുടെ ഈ പ്രഭാതങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. അപ്പോൾ രാവിലെ ഒരു ഉച്ചവരെയുള്ള സമയമൊക്കെ ഇങ്ങനെ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്കൊരുപാട് സന്തോഷം തോന്നും കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇത് നമ്മളെ വളരെയധികം സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.